KSRTCയിൽ കേരളത്തിലൊരു ടൂറൊക്കെ നടത്താമെന്ന് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ പാവം സ്ത്രീജനങ്ങൾ ആകെ വിഷണ്ണരായിരിക്കുകയാണ്. കാരണം ഫാസ്റ്റ് പാസഞ്ചറിന് മുകളിലുള്ള ഒരു വണ്ടികളിലും സൗജന്യ യാത്ര സാധ്യമാവുകയില്ല എന്ന് KSRTC അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ കോളിളക്കം സൃഷ്ടിച്ച ഗ്യാരണ്ടിയായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയുടെ പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് 105 കോടി രൂപയാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സർവേകളിൽ, അതായത് ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള, ലിംഗം ബേസ് ചെയ്തിട്ടുള്ള സർവേകളിൽ 50% സ്ത്രീ യാത്രക്കാരാണ് KSRTC ഉപയോഗിക്കുന്നത്. ബാക്കി 50% പുരുഷന്മാരാണ്. അപ്പോൾ 100% കളക്ഷൻ 105 കോടി രൂപ എന്നിരിക്കെ 50% ആളുകൾക്ക് സൗജന്യമാക്കി കഴിഞ്ഞാൽ വരുമാനം പകുതിയായി കുറയും. ഒരു മാസം ശമ്പള ഇനത്തിൽ മാത്രം KSRTCക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് 80 കോടി രൂപയാണ്. ഈ വനിതകൾക്ക് സൗജന്യം അനുവദിക്കുന്നതിലൂടെ KSRTC ചെലവഴിക്കേണ്ടത് 90 കോടി രൂപയും. അപ്പോൾ ഈ കണക്കുകളുടെ അന്തരം തന്നെ KSRTCയെ പുതുതായി ചുമതലയേറ്റ ഗതാഗത മന്ത്രി CP ജോണിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ഒക്കെ തന്നെ അന്താളിപ്പിൽ എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സർവീസ് ഇത്രകാലം അല്ലെങ്കിൽ KB ഗണേഷ് കുമാറൊക്കെ തള്ളി ഉന്തി കൊണ്ടുപോയത്? ഏകദേശം 4160 മുകളിൽ ബസ് അല്ലെങ്കിൽ സർവീസുകൾ ഉണ്ടെന്നാണ് വൈപ്പ്. 880-ലധികം ബസ്സുകൾ ഇപ്പോഴും കട്ടപ്പുറത്താണ്. കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളുടെ കണക്ക് മാറ്റി നിർത്താം. ബാക്കി സർവീസുകളിലൂടെ പ്രതിദിനം 8 കോടി മുതൽ 9-10 കോടി രൂപ വരെ ഇപ്പോൾ കളക്ഷനുണ്ട്. പല ലാഭകരമായ കാര്യങ്ങളും പല വാല്യൂ ആഡഡ് സംഭവങ്ങളിലും ടൂറുകളും ഒക്കെ കാഴ്ചവെച്ചിട്ടാണ് അല്ലെങ്കിൽ പരിശോധിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ലാഭകരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന KSRTCയെ ഒരു പക്ഷേയെങ്കിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്തുമ്പോൾ, സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ ഇതാകെ തകിടം മറിയും. ഇപ്പോൾ ഇങ്ങനെ ഒരു വല്ല വിധേനയും ഈ വണ്ടി തള്ളി ഉന്തി കൊണ്ടുപോകുന്നത്, പിന്നെ ദൈനംദിനമുള്ള ഡീസൽ ചിലവ് വർധനവ്, അതുപോലെ തന്നെ വണ്ടികളുടെ അറ്റകുറ്റപ്പണി, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലവ് അധികരിക്കും. പെൻഷൻ അതുപോലെ ഇപ്പോൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പെൻഷൻ, അതുപോലെ ക്ഷാമബത്ത ഇതൊക്കെ കൃത്യമായി നൽകും, ശമ്പള കുടിശ്ശിക ഉണ്ടാവില്ല എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ നടപ്പിലാകണമെങ്കിൽ വൻ സാമ്പത്തിക ബാധ്യത സംസ്ഥാന ഖജനാവിനുണ്ടാകും, സർക്കാരിനുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫാസ്റ്റ് തൊട്ടുള്ള സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയില്ല. ഇത് ഞാൻ വളരെ മുമ്പേ തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം തമിഴ്നാട്ടിലോ കർണാടകയിലോ തെലങ്കാനയിലോ ഉള്ള സ്ഥിതിവിശേഷമല്ല നമുക്ക്. കർണാടകയിലെ വിജയമന്ത്രം അതുപോലെ ഇവിടെ എടുത്ത് പ്രയോഗിക്കാമെന്നാണ് കേരളത്തിൽ കോൺഗ്രസ് കരുതിയത്. പക്ഷേ കർണാടകയുടെ ചരിത്രം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അറിയാം. അത് 4 കോർപ്പറേഷനുകളായി, സർക്കാർ ഉടമസ്ഥതയിലുള്ള 4 കോർപ്പറേഷനുകളായിട്ടാണ് അവിടെ സർവീസ് നടത്തുന്നത്, പൊതുമേഖലാ ബസ് സർവീസുകൾ. ഇവിടെ അങ്ങനെയല്ല, ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. കർണാടകയിൽ വിജയിച്ചതുപോലെ കേരളത്തിൽ വിജയിപ്പിക്കാൻ അത്ര സാധ്യവുമല്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് സാധ്യമാവുകയില്ല എന്ന ആദ്യം മുതൽ തന്നെ പല കോണുകളിൽ നിന്നും അഭിപ്രായമുയർന്നത്. ഇനി സ്ത്രീജനങ്ങൾ ഒരു 10 കിലോമീറ്റർ ചുറ്റളവ്, നഗരപരിധി, അങ്ങനെയൊക്കെ പരിധി നിശ്ചയിച്ചാൽ പോലും ഇത് ഭീമമായ സാമ്പത്തിക ബാധ്യത KSRTCക്ക് വരുത്തിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് വളരെ സന്തോഷമാണ്. അതിന് സർക്കാർ മറ്റേന്തു മാർഗം സ്വീകരിച്ചും KSRTCയെ തകർക്കാതെ, KSRTC ജീവനക്കാരുടെ ശാപം ഇരന്നു വാങ്ങാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്.